എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 38 ശ്ലോകം 13, 14, 15, 16 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്ന ആ ക്രൂരന്റെ ആ തേരിലിരുന്നുള്ള മനോവ്യാപാരങ്ങളാണ് മനോഹരമായ ഈ ശ്ലോകങ്ങളിൽ കൂടി വർണ്ണിക്കുന്നത്. ശ്ലോകങ്ങള് തുടരുന്നു. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മസതാം പുരതോ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. സജാവതീർണ കില സാത്വതാന്വയേ സ്വസേതുപാലാമരവർയ ശർമ്മകൃത് യശോ വിതന്വൻ വ്രജാസ്തൈശ്വരോ ഗായന്തി ദേവാ യദാശേഷമംഗളം. പറഞ്ഞോളൂ, ഭഗവാൻ ഗുണകീർത്തനങ്ങള് ഒക്കെ ചെയ്തിട്ട് സകല ലോകവും ജന്മസാഫല്യത്തെ പ്രാപിക്കട്ടെ എന്നുള്ള ആ ഭഗവാന്റെ കാരുണ്യം. ആ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ അവതാര ലീലകള് ഒക്കെ ആടി അവതാര ലീലകളെ അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പോഴാ യാദവ കുലത്തില് അവതരിച്ച് ഗോകുലത്തില് വസിക്കുന്നു. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ? തന്നാൽ കൽപ്പിക്കപ്പെട്ട ആ വർണ്ണാശ്രമ ആചാരാദി ധർമ്മങ്ങളെ പരിപാലിക്കാനും അവയൊക്കെ വിരോധിക്കണ ആസുര ഗുണമുള്ള രാജാക്കന്മാരെ സംഹരിച്ച് ദൈവസമ്പത്തുള്ള സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനും ഇനിമേൽ ഭൂമിയിൽ ജനിക്കുന്ന സജ്ജനങ്ങൾക്ക് കീർത്തിക്കത്തക്ക യശസ് ഭൂലോകത്തില് പരത്തുവാനുമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ യശസ് സകല മംഗളത്തെയും ജനിപ്പിക്കുന്നതാകയാൽ ദേവന്മാര് കൂടി ഇപ്പോ അതിനെക്കുറിച്ച് കീർത്തിക്കണം. ഈശ്വരൻ ചെയ്യണതെല്ലാം ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ തന്റെ പ്രയോജനത്തെ തനിക്കെന്താ, ഭഗവാൻ എന്താ അതുകൊണ്ട് പ്രയോജനം അല്ലേ? തന്റെ പ്രയോജനത്തെ ഉദ്ദേശിച്ചിട്ടല്ല. അതുകൊണ്ട് ഈ പ്രവൃത്തി കൊണ്ട് ഭഗവാൻ എന്താ ആവശ്യം എന്നുള്ള ചോദ്യത്തിന് ഒരു അവകാശമില്ല. അത് കാണിക്കാനാണ് ഈശ്വരൻ എന്ന പദപ്രയോഗം. ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാന്റെ അവതാരം. എന്തെങ്കിലും ഒരു ആവശ്യമുള്ള യാതൊരാളും ഈശ്വരനല്ല. ജീവന്മാരുടെ അനുഗ്രഹത്തിന് മാത്രമാണ് ഈശ്വരന്മാര് അവതരിക്കുന്നത്. ഈശ്വരാവതാരം. തം ത്വദ്യനൂനം മഹതാം ഗതിം ഗുരും ത്രൈലോക്യകാന്തം ദൃശിമൻ മഹോത്സവം രൂപം ദധാനം ശ്രിയൈപ്സിതാസ്പദം ദൃക്ഷേമമാസൻ ഉഷസ സുദർശന. മഹാന്മാർക്ക് പ്രാപിക്കത്തക്ക സ്ഥാനമായും അവരുടെ ഉപദേഷ്ടാവായും 3 ലോകത്തിലുമുള്ള എല്ലാ വസ്തുക്കളെക്കാൾ മനോഹരനായും കണ്ണുള്ളവരുടെ കണ്ണുകൾക്ക് മഹോത്സവത്തെ നൽകുന്നവനായും മഹാലക്ഷ്മിയോടും കൂടി കാക്ഷിക്കത്തക്ക സൗന്ദര്യമുള്ള രൂപത്തെ ധരിച്ചവനുമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഇന്ന് കാണും നിശ്ചയം. ക്രൂരനെങ്ങനെ ആനന്ദതുന്ദലനാവുകയാണ്. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ ആ പ്രാതകാലങ്ങളിൽ കാണുന്ന നല്ല കാഴ്ചകള് ഈ ഫലത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നല്ല നല്ല ശകുനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാറുണ്ടെന്ന് കുറച്ചു നാളായിട്ട് ആ ക്രൂരൻ. ഇപ്പൊ മനസ്സിലായി അതെന്താണെന്ന്. അഥാവരൂഢ സപദീശയോരഥാൽ പ്രധാനപുംസോശ്ചരണം സ്വലബ്ധയേ ധിയാധൃതം യോഗിഭിരപ്യഹം ധ്രുവം നമസ്യാഭ്യാം ച സഖീൻവനൗകസ. കണ്ട ഉടനെ
തേരിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ആ പ്രധാന പുരുഷന്മാരും ഈശ്വരന്മാരുമായ ആ രാമകൃഷ്ണന്മാരുടെ പാദകമലത്തെ നമസ്കരിക്കും. കണ്ട ഉടനെ തന്നെ ഞാൻ തേരുന്ന് ചാടി ഇറങ്ങി നമസ്കരിക്കും. അതിനുശേഷം അവരോടുകൂടി വൃന്ദാവനത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുന്ന അവരുടെ സമീപത്ത് നിൽക്കുന്ന സ്നേഹിതന്മാരെയും അവരെയും ഞാൻ നമസ്കരിക്കും, രാമകൃഷ്ണന്മാരുടെ ആ സ്നേഹിതന്മാരെ. ഇങ്ങനെ സാധിക്കുന്ന എന്റെ ഭാഗ്യം, എന്തൊരു ഭാഗ്യാണ് എനിക്ക്. എന്തുകൊണ്ടെന്നാൽ അവിദ്യയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയാനായി യോഗീശ്വരന്മാരുകൂടി സങ്കല്പശക്തിയാൽ ധ്യാനദൃഷ്ടി കൊണ്ട് ഉപാസിക്കുന്ന അവരുടെ പാദത്തെ എനിക്ക് സാക്ഷാത്തായി നമസ്കരിക്കാൻ സാധിക്കണമല്ലോ. ഞാൻ തന്നെയാണ് ഏറ്റവും ഭാഗ്യവാൻ. യോഗീശ്വരന്മാരെക്കാളും ശ്രേഷ്ഠൻ ഞാൻ തന്നെയാണെന്ന് അക്രൂരൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കണം. അപ്യംഘ്രിമൂലേ പതിതസ്യ മേ വിഭു ശിരസ്യ ദാസ്യം നിജഹസ്തപങ്കജം ദത്താഭയം കാലഭുജം ഗരം ഘസാ പ്രോദ്വേജിതാനാം ശരണീഷിണാം നൃണാം. ഭക്തിയുടെ ആധിക്യം കൊണ്ട് നമസ്കരിച്ചത് കൊണ്ട് മാത്രം പോരാ, അതുകൊണ്ട് തൃപ്തിപ്പെടാതെ ആ ഭഗവത് കര പങ്കജ സ്പർശ ലാഭത്തെ കൂടി കാക്ഷിക്കുകയാണ്. ഭഗവാന്റെ ആ കരങ്ങൾ ഞാൻ പിടിക്കും. നമസ്കരിച്ചാൽ മാത്രം പോരല്ലോ, പിന്നെയും വിചാരിക്കണം അക്രൂരൻ. ഭഗവാന്റെ പാദമൂലത്തിൽ നമസ്കരിച്ചു കിടക്കുന്ന എന്റെ ശിരസില് സർവസമർത്ഥനും സർവവ്യാപിയുമായ ഭഗവാൻ, താമരപ്പൂ പോലെ മനോഹരമായ അവിടുത്തെ ആ കൈകള് എന്റെ ശിരസിൽ സമർപ്പിച്ച് എന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ അത്യന്തം കൃതാർത്ഥനായിട്ട് ഭവിക്കും. എന്തുകൊണ്ടെന്നാൽ ഭഗവത്കര സ്പർശനം ഏവർക്കും സാധിക്കുന്നതല്ല, ഏവർക്കും സിദ്ധിക്കണതല്ല. മരണഭീതിയാൽ ക്ലേശിച്ചിരിക്കുന്നവരും ശരണം പ്രാപിച്ചവരുമായ ജനങ്ങൾക്കുള്ള ഭീതിയെ തീർത്ത് അവരെ സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ കരത്തിന്റെ സ്പർശനം എനിക്ക് സിദ്ധിച്ച മാത്രയിൽ ഞാൻ സംസാര ഭീതി അറ്റവനായി ഭവിക്കും. ഇത്ര മഹാത്മ്യമുള്ളതാണ് ഭഗവാന്റെ ആ കരസ്പർശം എന്ന് പറയുന്നത്. വിചാരിക്കണം അക്രൂരൻ. സർപ്പം സഞ്ചരിച്ച വഴി ആർക്കും കാണാൻ കഴിയാത്തതുപോലെ, കാലത്തിന്റെയും വരവും പോക്കും അറിയാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമായതിനാൽ കാലത്തെ സർപ്പത്തോട് സദൃശമാക്കി പറഞ്ഞിരിക്കുക. കാലസർപ്പം എന്നാണ് ഇതിൽ പറയുന്നത്. കാലഭുജം ഗരം ഹസ എന്നൊരു വാക്കുണ്ടല്ലോ. സർപ്പം സഞ്ചരിച്ച വഴി ആർക്കും കാണാൻ കഴിയാത്തതുപോലെ കാലത്തിന്റെയും വരവും പോക്കും അറിയാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമായതുകൊണ്ട് കാലത്തെ സർപ്പത്തോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് ഇതില്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.